ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ താമരശേഷണ ഗോവിന്ദ വാമപുരേശ്വര ഗോവിന്ദ ഗോവിന്ദ ഹര ഗോവിന്ദ ഗോവിന്ദ ഹര ഗോവിന്ദ. വിശേഷിച്ച് സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. പാണ്ഡവർ ബദരികാശ്രമത്തിൽ കുറച്ച് ദിവസം കൂടിയൊക്കെ താമസിച്ചു. അപ്പോൾ യുധിഷ്ഠിരനൊരാഗ്രഹം, നമുക്ക് കൈലാസപർവ്വതത്തിൻ്റെ സാനുക്കളൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടാൽ എന്താന്ന്. അപ്പോൾ ലോമേശ മഹർഷി പറഞ്ഞു, ആവാം, ചില ദുർഘടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ കാലാവസ്ഥയും പറയാൻ പറ്റില്ല, മാറി മാറി വരുന്ന കാലാവസ്ഥ, അതൊക്കെ സഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിന് പുറപ്പെടണ്ടു. എല്ലാം എതിർക്കാൻ കഴിവുള്ള ഭീമസേനൻ കൂടെയുണ്ട്. തപശക്തി കൊണ്ട് സാധിക്കാൻ കഴിയാത്ത ഒന്നുമില്ല ഈ ലോമേശ മഹർഷിക്ക്. നമ്മളെന്തിനാ അതിന് സംശയിക്കണേ എന്നായി കൂടെ ഉണ്ടായിരുന്ന മറ്റ് ബ്രാഹ്മണന്മാർ. എന്നാ പോവാ, എല്ലാവരും കൂടി പുറപ്പെട്ടു. പല പർവ്വതങ്ങളും നദികളും ഒക്കെ താണ്ടി ദുർഘടമാൻ തന്നെയായിരുന്നു സഞ്ചാരപഥം. അങ്ങനെ 14 ദിവസം നടക്കുന്നുണ്ടായി. 14ാമത്തെ ദിവസമാണ് ഹിമാലയത്തിൻ്റെ ഏതാണ്ട് അടിവാരത്തിലൊക്കെ എത്തണത്. അവിടെ വച്ചിട്ട് മൈനാകം, ഗന്ധമാദനം എന്ന് പറഞ്ഞിട്ടുള്ള പർവ്വതങ്ങളൊക്കെ കണ്ടു. സന്തോഷമായി. കുറച്ച് ദൂരം കൂടി നടന്നപ്പോൾ ആർട്ടിഷേണ മഹർഷിയുടെ ആശ്രമത്തിൻ്റെ പരിസരത്തെത്തി. മഹായോഗിയാണ് ആർട്ടിഷേണ മഹർഷി. ഈ തണുപ്പിലും മഞ്ഞത്തൂക്ക് അങ്ങനെ ജീവിക്കുന്ന ആളാണ്. ആർട്ടിഷേണനെ നമസ്കരിച്ചു, കുമ്പിട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുറച്ച് ദിവസം ഇവിടെ താമസിക്കുമോ, എന്നിട്ട് പോയാൽ മതി, നടന്ന് ക്ഷീണിച്ചിങ്ങനെ പോകുന്നു വേണ്ടാന്ന്. അപ്പോൾ അവരവിടെ കുറച്ച് ദിവസം താമസിക്കാൻ തീരുമാനിച്ചു. 1-2 ദിവസം താമസിച്ചു. എന്നിട്ട് പാഞ്ചാലി അവിടെ വിട്ടിട്ട് അവർ വീണ്ടും കുറച്ചും കൂടി മുകളിലേക്ക് കയറി. എന്നിട്ട് പതുക്കെ ശ്വേത പർവ്വതത്തിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് കയറി. അവിടെ എത്തിയപ്പോൾ പണ്ടത്തെ ശരീരം തന്നെയാണ്, മനുഷ്യർക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല. ഇത് വൈശ്രവണൻ്റെ ഭൂമിയാണ്. ഇവിടെ യന്ത്രവന്മാരും യക്ഷന്മാരും ഒക്കെയാണ് ഇവിടെ കാവൽക്കാർ തന്നെ. അതൊന്നും അവർ വകവച്ചില്ല. അവർ കുറച്ചുകൂടി അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഇവർ വന്ന് അങ്ങോട്ട് തടഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ആയി. അപ്പോഴേക്കും ഭീമസേനൻ ഗാഥ എടുത്ത് അങ്ങോട്ട് അടി തുടങ്ങി. കുറച്ച് ഗന്ധർവന്മാർ അതിൽ സിദ്ധി കൂടി. ബാക്കിയുള്ളവർ ഓടി വൈശ്രവണൻ്റെ അടുത്തെത്തി. അന്ന് ഒരു മനുഷ്യൻ വന്ന് കുറേ ഗന്ധർവന്മാരെ കൊന്നു. ദേ ഇപ്പോൾ കുറേ പേര് ഒരുമിച്ച് വന്നേക്കണു. എന്താ അപ്പോൾ ചെയ്യുക? വന്നിരിക്കണത് പാണ്ഡവന്മാരാണ്. എല്ലാവരും ദൈവപുത്രന്മാരാണ്. അവരെ നമ്മൾ ബഹുമാനിക്കേണ്ടവരാണ്. നിങ്ങൾ അതുകൊണ്ട് ഒട്ടും വിഷമിക്കണ്ട. ഞാനും വരാം. നമുക്ക് പോയി അവരെ യഥോചിതം ഉപചരിക്കാമെന്ന് പറഞ്ഞു. വൈശ്രവണൻ നേരിൽ വന്നു. എല്ലാവർക്കും സന്തോഷമായി. വൈശ്രവണൻ എല്ലാവർക്കും അനുഗ്രഹവും കൊടുത്തു. അപ്പോൾ യുധിഷ്ഠിരനൊരു ദുഃഖം, ആവശ്യമില്ലാണ്ട് കുറച്ച് ഗന്ധർവന്മാരെ കൊല്ലണ്ടി വന്നുവല്ലോ എന്ന്. അപ്പോൾ വൈശ്രവണൻ പറഞ്ഞു, അതിന് വിഷമിക്കൊന്നും വേണ്ട. എന്താണെന്ന് വെച്ചാൽ അഗസ്ത്യ മഹർഷി മുമ്പ് ഒരു ശാപം ചൊരിയുണ്ടായി. കുറേ ഗന്ധർവന്മാരെ അദ്ദേഹത്തിനെ ഉപദ്രവിക്കാൻ ചെന്നു. അഗസ്ത്യ മഹർഷിയാന്ന് പറഞ്ഞിട്ടല്ല അവർ ചെന്നത്. പക്ഷേ അഗസ്ത്യൻ്റെ അടുത്ത് ഈ കളി നടക്കുമോ? അങ്ങേരെ അവരെ അങ്ങോട്ട് ശപിച്ചു, നിങ്ങൾ മനുഷ്യൻ്റെ കൈകളാൽ കൊല്ലപ്പെടട്ടെ. അതിൽ പെട്ടവരാണ് ഈ മരിച്ചത്. ആ ശാപം ഫലിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അഗസ്ത്യൻ്റെ ശാപമല്ലേ. അന്ന് ഭീമസേനൻ സൗഗന്ധിക പുഷ്പത്തിന് വന്നപ്പോൾ കുറച്ച് പേരെ കൊന്നു. ഇതിപ്പോൾ ബാക്കിയുള്ളവരും തീർന്നു. അങ്ങനെ ആ ശാപത്തിൻ്റെ ഫലപ്രാപ്തിയായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ഇതൊക്കെ വിധി തന്നെയാണ്, അനുഭവിച്ചേ പറ്റൂ. നിങ്ങളും ഇപ്പോൾ ഈ അനുഭവിക്കണത് അതല്ലേ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ദോഷവും വരില്ല, ഐശ്വര്യം മാത്രമേ വരുള്ളൂ എന്ന് വൈശ്രവണൻ അവരെ അനുഗ്രഹിച്ച് അയച്ചു. വൈശ്രവണനെ കണ്ടില്ലേ, സന്തോഷമായി. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കാം എന്നും പറഞ്ഞ് പുറപ്പെട്ടു. അങ്ങനെ കുറച്ച് ദൂരം നടന്നപ്പോണ്ട് ഒരു അത്യുജ്വലമായൊരു തേജസ് കാണുന്നു. അപ്പം എല്ലാവരും സംശയിച്ചു, എന്താണാവോ? അങ്ങനെ നോക്കുക.
അപ്പം അതിങ്ങനെ അടുത്തടുത്ത് വരുന്നു. നല്ലോണം ശ്രദ്ധിച്ചപ്പോൾ അതൊരു രഥമാണല്ലോ. പതുക്കെ പതുക്കെ ആ രഥം ഇവരുടെ അടുത്തേക്ക് തന്നെ വരുന്നു. ആശ്ചര്യമായി. ആ സ്വർണ്ണ രഥം അവരുടെ മുമ്പിൽ വന്നങ്ങോട്ട് നിന്നു. അതിൻ്റെ മുമ്പിൽ നോക്കുമ്പോൾ ഇന്ദ്രൻ്റെ തേരാളി മാതിലിയാണ്. ഓ, അപ്പം ഇത് ഇന്ദ്രൻ്റെ തേര് തന്നെയാണ്. കൊണ്ട് ചിരിച്ചുകൊണ്ട് അർജുനൻ ഇറങ്ങി വരുന്നു. ഇന്ദ്രൻ്റെ കയ്യിൽ നിന്ന് പ്രത്യേക യുദ്ധപ്രാവീണ്യം ഒക്കെ നേടിയിട്ട് ആണ് വരണത്. പാശുപതാത്രമൊക്കെ കിട്ടിയിട്ടുള്ള വരവാണ്. സന്തോഷത്തിന് ഇനി അതിരുണ്ടോ? ഓടിപ്പോയി ധർമ്മപുത്രരെ അനുജനെ കെട്ടിപ്പിടിച്ചു. അനുജൻ ധർമ്മപുത്രരുടെ കാല് തൊട്ടു വണങ്ങി. എല്ലാവരും സന്തോഷിച്ചു. മാതിലിയെ എല്ലാവരും ഉപചരിച്ചു. എല്ലാവരുടെ ഉപചാരമൊക്കെ സ്വീകരിച്ച മാതിലി പറഞ്ഞു, എനിക്ക് തിരിച്ചു പോകാണ്ട് പറ്റില്ല, ഞാൻ അർജുനനെ ഇവിടെ വിടാൻ വന്നതാ എന്നും പറഞ്ഞ് മാതിലി അർജുനനോടും യാത്ര പറഞ്ഞ് തേരുമായിട്ട് അപ്രത്യക്ഷമായി. സന്തോഷമായിട്ട് എല്ലാവരും കൂടി നടന്ന് ആർട്ടിഷേണ മഹർഷിയുടെ ആശ്രമത്തിലെത്തി. അപ്പണ്ട് പാഞ്ചാലിക്ക് സന്തോഷം ഓടി വന്നു. അങ്ങനെ എല്ലാവരും കുറച്ച് ദിവസം സന്തോഷമായിട്ട് ആർട്ടിഷേണ മഹർഷിയുടെ ആശ്രമത്തിൽ തന്നെ തങ്ങി. എന്നിട്ടൊരു തീരുമാനം എടുത്തു, ഇനി നമുക്ക് കാമ്യകവനത്തിലേക്ക് തന്നെ മടങ്ങാം എന്ന്. അവിടുന്ന് കുറച്ച് ദിവസം നടന്ന് അവർ നാരായണ ആശ്രമത്തിലെത്തി. എല്ലാവരും സന്തോഷമായിട്ട് അവിടെ കഴിഞ്ഞുകൂടി കുറച്ച് ദിവസം. പിന്നെയാണ് അവിടുന്ന് കാമ്യകവനത്തിലേക്ക് പോയത്. എല്ലാവർക്കും ഭഗവാൻ എല്ലാ അനുഗ്രഹ ആശിസ്സുകളും നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.